ആഹാ, രാവിലെ തുറന്ന് മരത്തേക്ക് വെച്ചേക്കാണ്. ഇങ്ങടുത്ത് 10 വാക്ക് എനിക്ക് പറയണം. എന്റെ കല്യാണം നടത്തിയ ആളാണ്. 10 വർഷമായിട്ട് ഞാൻ ഈ കളയിൽ ജോലി ചെയ്യണം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് ഇതൊക്കെ തിരക്കിയിട്ടില്ല, അറിയാമോ? മനുഷ്യനെ മനസാക്ഷി വേണം, അറിയാമോ? സ്നേഹം വേണം, അറിയാമോ? നീ കല്യാണത്തിനല്ലേ പോയ തന്നെ? അല്ല, യുദ്ധത്തിനല്ലല്ലോ പോയത്. എന്ത് സംഭവിച്ചാണെന്ന് അറിയാൻ വേണ്ടി. എല്ലാ ചെറുപ്പക്കാർക്കും സംഭവിക്കുന്നത് നിനക്ക് സംഭവിച്ചതാണ്. അല്ല, കുമാര സംഭവം ഒന്നും നടക്കൂല കല്യാണം കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും സത്യങ്ങളെല്ലാം നാട്ടുകാർ ഞാൻ വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? ഇത് നന്നാക്കാൻ അറിഞ്ഞുകൂടാതെ നിങ്ങള് ആൾക്കാർ മിക്സിയും ഫാനും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് അറിഞ്ഞുകൂടാതെ നിങ്ങൾ എന്റെ കയ്യിൽ ബിഗ് ഷോപ്പിൽ തന്നുവിടും. അറിയാവുന്നവന്റെ കൊണ്ട് കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നിട്ട് അത് വാങ്ങി പൈസ മേടിക്കുന്ന ആളല്ലേ നിങ്ങൾ. അത് ഞാൻ നാട്ടുകാർക്ക് വിളിച്ചു പറയുന്നത്. നീ ഇവിടെ വരുമ്പോ ഒരു മുളയുടെ അത്ര ഉള്ളായിരുന്നു, ഓർക്കുന്നുണ്ടോ? നീ നിന്റെ പഴയ കാലം നീ മറക്കല്ലേ ഷഡ്ജ? നിന്റെ വീട്ടില് ഓലക്കെട്ടായിരുന്നു, ഓല കെട്ടിരുന്ന സമയമുണ്ട് ഷഡ്ജ തന്നെ. അന്ന് നീ മഴയത്ത് ഇങ്ങനെ കിടക്കും, വായും തുറന്ന് കിടന്നുറങ്ങും. ആ സമയത്ത് നിന്റെ പൊക്കിളിൽ വീഴുന്ന വെള്ളം എടുത്ത് നീ കാപ്പിയിട്ട് തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ട്. അത് നീ മറക്കരുത് ഷഡ്ജ, അത് നീ മറക്കരുത് ഷഡ്ജ. ആ ഷഡ്ജനാണ് എന്റെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് എനിക്ക് സംഭവിച്ചത് നിങ്ങൾ തിരക്കില്ലല്ലോ, നിങ്ങൾ തിരക്കില്ലല്ലോ. ഇവിടെ കല്യാണം ഞാൻ നടത്തി തന്ന അതിന് എന്താണ് സംഭവിച്ചത് നീ എന്റെ അടുത്ത് പറ. ഞാൻ ചെവി പറഞ്ഞുതരാം. പറ. ഇത് ഞാൻ ആയിരത്തെങ്കിലും പറയൂ? ഇതാ ഈ ചെവി കേട്ട് ഈ ചെവി കൂടെ കളയുമല്ലേ ഉള്ളൂ. നെഞ്ചില് രോമമില്ലാത്തതിന് പെണ്ണ് കളഞ്ഞിട്ട് പോയത്. ലോകത്താ എങ്ങനെയെങ്കിലും ഈ സംഭവം നടക്കൂടാ, ലോകത്ത് നടക്കൂടാ. ഇത് 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 എങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ മറുപടി പറയണേ എന്തിനാ? നിന്റെ നെഞ്ചിൽ രോമമില്ലാത്തതിന് മെഴുക്ക. നിങ്ങളാണ് കല്യാണം നടത്തിയത്. നിങ്ങളെ അവളെ ഞാൻ കോടതി കയറ്റും. കോടതി ഇവിടെ എന്തിനാണ് ആവശ്യമില്ലാത്ത കുറ്റം എന്നിൽ ആരോപിക്കുന്ന കാര്യം? എന്തോന്ന്? ജഡ്ജി എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനൊരു വെള്ള പേപ്പറിൽ കറുത്ത സ്കെച്ച് പേനിട്ട് നല്ല രീതിയിൽ വടിവോടെ എഴുതി പരാതി ജഡ്ജിക്ക് ഞാൻ കൊടുക്കും. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ആ സ്കെച്ച് പേന എടുത്ത് നെഞ്ചിൽ 5 കുത്തി ഇടാത്ത എന്താ? നിങ്ങൾ എന്തോന്ന് പറഞ്ഞത്? എന്താ പറഞ്ഞേ? പെണ്ണ് കൊള്ളാം, അടിപൊളി പെണ്ണ്, 10ൽ 10 പൊരുത്തം. 10ൽ 10 പൊരുത്തം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. തങ്കപ്പെട്ട പെണ്ണ് തന്നെ, ഒരു പ്രശ്നവും ഇല്ല. പയറ് പോലെ ഒരു പെങ്കൊച്ചിനെയാണ് നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചത്. ആ സത്യം തന്നെ, പയറ് പോലത്തെ പെണ്ണ് തന്നെ. പക്ഷെ വള്ളിപ്പയറാണെന്നേ ഉള്ളൂ. ആര് വളച്ചാലും വളയും. ഹലോ, ആ എത്തി മാഷെ, എത്തി. ആ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. 2 ദിവസം. ആ അത് തന്നെ. എന്റെ പൊന്നു സുഹൃത്തെ, ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ ഫ്ലൈറ്റിന്റെ ബാക്ക് സീറ്റ് എനിക്ക് വേണ്ട. എയർ കട്ടറിലിടിച്ച് തല ഇടിക്കുമെന്ന്. അതല്ല, സെൻട്രൽ സീറ്റ് മതി. സെൻട്രൽ അല്ല, സൈഡ്. അതാവുമ്പോ എനിക്ക് മേഘങ്ങൾ എണ്ണി പോകാമല്ലോ. അവിടെ ചെന്ന് പറയേണ്ടതല്ലേ. ആ ഓക്കെ, ഞാൻ വിളിക്കാം. അവിടെ വന്നിട്ട് കാണണം കേട്ടോ. ഹലോ, മനസ്സിലായില്ല? ആരാ? മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഈ ആഴ്ച വന്നു പോകുന്ന ആളാണ്. ആണാ? എനിക്കൊരു കാവി കൈലിയും ഒരു പുള്ളിയുള്ള ടീഷർട്ടും വേണം. എന്തിനാ? ആഴ്ച വരുന്ന അണ്ണാച്ചില്ലേ നിങ്ങൾ? ഈ സാധനം എന്റെ കൂടെ വന്ന് അമേരിക്കയിൽ അടിക്കാൻ പോകുന്നു. അതെന്തിനാ? വികസിത രാജ്യമാണ് അമേരിക്ക. നിസാര വിളക്ക് നമുക്ക് കിട്ടും. അസലം പറയാൻ നിക്കണ്. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. മിക്സി നന്നാക്കാൻ വന്നതാണ്. എന്താ സംഭവം? എന്താ സാർ? മിക്സി വർക്ക് ചെയ്യുന്നില്ല. ആണോ? അത് ശരി. അപ്പൊ ഒന്ന് കംപ്ലൈന്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിന്റെ കംപ്ലൈന്റ് നമുക്ക് നോക്കി ശരിയാക്കാം. പിന്നെ കറക്കം കൂടുതലാ സുജാതയ്ക്ക്. പൊക്കാൻ തന്നെ വന്നത്. പൊക്കാനാ? എന്താ മനസ്സിലായില്ല? ഈ സുജാത, അതായത് എന്റെ ഭാര്യ, അവളെ പൊക്കാനായിട്ട് ഇച്ചിരി കറക്കമുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അമേരിക്ക വെച്ച് അറിഞ്ഞു. എന്റെ പൊന്നു ഭാഷ, അതല്ല ഈ മിക്സി കംപ്ലൈന്റ്. സുജാത മിക്സി അത് കറക്കം കൂടുതലാണ്. അതാണ് ഇതിന്റെ ബുഷ് പോയി കിടക്കുവാന്നല്ലേ ഞാൻ പറഞ്ഞേ. ബുഷല്ലല്ലോ അമേരിക്കയില്. അമേരിക്ക ട്രംപ് അല്ലേ? ട്രംപാണ് അമേരിക്കയിൽ. അല്ലാതെ ട്രംപിനെ അറിയോന്നോ? മിനിമം ഒരു 14 ട്രംപെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് റോഡ് പണിക്ക് വേണം, വാർക്കപ്പണിക്ക് വേണം. വെള്ളം പിടിച്ചു വെക്കാൻ. വെള്ളം പിടിച്ചിരിക്കുന്ന ട്രംപ് അല്ല, ട്രംപ് പ്രസിഡന്റ്. അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ്. നിങ്ങൾ അമേരിക്ക വിമാനത്തിൽ പോയതല്ലേ? എന്താ ഈ ഇടയ്ക്ക് വെച്ച് കൊടുങ്കാറ്റടിച്ചപ്പോ അങ്ങനെ വല്ലതും പെട്ട് അങ്ങ് ചെന്ന് വീണതാണ്? അല്ല, എന്താ ഈ പുള്ളി ഭയങ്കര ചൂടാകാനുള്ള? പുള്ളിക്ക് ഒരു വിഷയമുണ്ട്. എന്താ വിഷയം? രോമത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളില്ലാതെ ജീവിതം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ പുള്ളിക്ക്. നെഞ്ചിലെ കുറച്ച് രോമങ്ങളുടെ വിഷയം, ദാമ്പത്യമായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ ആണ്. അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷഡ്ജ, എവള് പോവാൻ കാരണം എന്താ? നീ എന്റെ അടുത്ത് പറഞ്ഞില്ല. എവള് എന്താ പോവാൻ കാരണം? പോവാൻ കാരണം വേറൊന്നുമല്ല. എനിക്ക് ജലദോഷത്തിന് തുമ്മലിന്റെ എനിക്ക് അസുഖം ഉണ്ടല്ലോ. എനിക്ക് ഇവിടെ പൊടി അടിച്ചിട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ് 2-ന്റെ അന്ന് ഞാനൊരു 8 മണിയായപ്പോ ഇവിടെ നിന്ന് പോയി. കല്യാണം കഴിഞ്ഞ് 8 മണിക്ക് പോയി. ഞാൻ ചെന്നൊരു ആവിക്കൂടം എടുത്ത് പുതപ്പ് മൂടി ആവി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെ ഒരു ചോദ്യം, 9 മണിയായി,
എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ ഈ പുതപ്പൊക്കിയിട്ട് ഒരു ചുമ അങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് പുതപ്പം കളഞ്ഞു. വീണ്ടും ആവി പിടിച്ചപ്പോഴേക്ക് 10 മണിയായി. എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ വീണ്ടും പുതപ്പൊക്കിയിട്ട് 2 ചുമ ഇട്ട് കൊടുത്ത് വീണ്ടും മൂടി 11:30 മണിയായപ്പോ ഇവിടെ ഒരു ദേഷ്യം. എനിക്ക് കൊണമെന്ന് കാരണം എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോ എനിക്കും ദേഷ്യം വന്നു. ഞാൻ ഈ പുതപ്പൊക്കി നോക്കിയപ്പോ ഇവിടെ കാണാൻ ആ പെങ്കൊച്ച് പോയത് തന്നെ നല്ലത്. അവൻ ഈ ആവി പിടിത്തോന്നില്ല. അതേന്ന് ഇവൻ ചുമച്ചോണ്ടിരിക്കുന്നതാണ്. ആ പെങ്കൊച്ചിക്കേണ്ട കാര്യം എന്തോന്ന്? എടാ ഇവ എന്റെ സ്വപ്നങ്ങളാണ് പറഞ്ഞത്. എന്റെ അടുത്ത് എന്തെല്ലാം സ്വപ്നങ്ങളെ പറഞ്ഞത്. എന്റെ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എന്താണ്? എനിക്ക് അവളും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മക്കളെ വേണമെന്ന് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഷഡ്ജ സ്വപ്നത്തിലെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം ഷഡ്ജ. നീ എന്താ ഇങ്ങനെ? നീ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതാണല്ലേ 12 മാസം ഞാൻ കല്യാണം കഴിച്ചിട്ട്. 12 മാസമായിട്ട് ഞങ്ങൾ അവിടെ അമേരിക്കയിലാണല്ലോ. അവൾ എന്നോട് ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ. എന്തോന്ന് പറഞ്ഞു? അവക്കൊരു മുറി, എനിക്കൊരു മുറി. അതാകുമ്പോ എന്റെ മുറിയിൽ നിന്ന് എനിക്ക് ചുമക്കാം, ആവി പിടിക്കാം. അവക്ക് ചുമക്കാം, അവക്ക് ആവി പിടിക്കാം. അത് കറക്റ്റ്. എങ്ങനെയുണ്ട്? ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. മനസ്സിലായോ? എങ്ങനെയുണ്ട്? നല്ലതാണ്. പൊതിച്ച തേങ്ങക്കറിയ ആരും ഇല്ലാതായി പോയി. ഇപ്പൊ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? എന്താണ്? അല്ല എനിക്ക് എവിടെ തിരിച്ചു വന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവളില്ല പറ്റൂല എനിക്ക്. ഒരു കാര്യം ചെയ്യും. മിക്സിയുടെ കാര്യമാണോ? മിക്സിയുടെ കാര്യം പ്രശ്നം എന്താണ്? ഇതിന് വൈൻഡിങ് കംപ്ലൈന്റ് ആണ്. ഓഹോ. വൈൻഡിങ് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഫീൽഡിൽ വൈൻഡിങ് കത്തിപ്പോയിരിക്കുകയാണ്. ഇത് ഈ വയറെടുത്ത് ഇതിലേക്ക് വെച്ച് സോൾഡർ ചെയ്താൽ മതി. സോൾഡർ ചെയ്താൽ മതി. അപ്പൊ ആർമേച്ചർ കംപ്ലൈന്റ് അല്ലേ? ആർമിനേച്ചർ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി ഗ്രീസ് ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആർമിനേച്ചർ ഓക്കെ. ബ്രഷും കംപ്ലൈന്റ് ആയിരിക്കാണ്. ബ്രഷ് കംപ്ലൈന്റ് ആണെങ്കിൽ പുതിയ മേടിക്കണം. 50 രൂപ തൊട്ടുണ്ട് ബ്രഷ് മാർക്കറ്റിൽ കിട്ടും. ഇരുന്നോ ഇരുന്നോ. എന്താ? ഞാൻ വീട്ടിൽ പോയി ഒരു പഴയ മിക്സി, എന്റെ കംപ്ലൈന്റ് ആയ മിക്സി എടുത്തോണ്ട് വരാം. നിങ്ങൾ പണി ഇതല്ലേ? നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതെല്ലാം ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടിവിടെ വരുന്നത്? അല്ല ഞാൻ അതല്ല, അതങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ഈ മിക്സി കംപ്ലൈന്റ് ആകണത്. അത് നിങ്ങൾ റെഡിയാക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എന്തൊരു കൊള്ളേന്ന് ഓർക്കണത്? ഇത് 800 രൂപ. 800 രൂപ? 800 രൂപ. ഈ മിക്സി നന്നാക്കണമെങ്കിൽ 800 രൂപ. 400 രൂപയുള്ളു. പിന്നെ വണ്ടിക്കൂലി ആര് കൊടുക്കും? വണ്ടിക്കൂലിയാ? അതേന്ന് ഈ സാധനം കോയമ്പത്തൂർ അവിടെ കിടക്കുന്ന സാധനങ്ങളല്ലേ, മേടിച്ചോണ്ട് വരണ വണ്ടിക്കൂലി ആവൂലേ? ഓ അങ്ങനെ അങ്ങനെ കൂലി വരും. അത് വരും. ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടണം, അല്ലെങ്കിൽ ആകെ വിഷയവും. ഹലോ, റെഡിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ഇവിടെ കിടന്ന് ചാടിയിട്ട് കാര്യമുണ്ടാ? ഞാൻ കേറ്റി കൊണ്ടുവരാം. എന്നെ വെറുതെ അരിശം കേറ്റരുതും പറഞ്ഞേട്ടാ. എടി വെച്ചിട്ട് പോടി വിടുന്നു. എന്താ സംഭവം? എന്താ സംഭവം? മിക്സ് റെഡിയാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് അരി അടി കൊടുക്കണമെന്ന്. എന്തൊരു കൊള്ളേന്ന് ഓർക്കണം അവള് പറയുന്നത്. എന്റെ പെണ്ണുമ്പിള്ള സുജാത. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തോ പറയാനെന്ന് പറ. അതൊക്കെ എന്റെ ഭാര്യ. ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാ മൊട്ടുസൂചി വീണ ആ ശബ്ദം എനിക്ക് കേൾക്കാം. അതിന്റെ പരിപാടി ഇവക്ക് ഉണ്ടെന്ന്. ഇവളും എടുത്ത് വാക്കല്ലാത്തടത്ത് വെച്ച് കുത്തിത്തരും. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നത്, ഇത് വീടിനായില്ലേ. നമുക്ക് അങ്ങനെ ഉണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ആ പരിപാടി ഇപ്പൊ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആണുങ്ങളാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അയ്യോ, അവള് വിളിക്കുന്നു. എന്റെ പെണ്ണ് വിളിക്കുന്നു. ആണല്ലേ? ഹലോ, ആണോ? ഓ മാറി തന്നെ. എന്റെ ദൈവമേ. ഓ ശരി, വന്നോ. എന്താ സംഭവം? എന്താ? അവളെടുത്ത് ചോദിച്ചു, ചേട്ടാ നിങ്ങളെ ജലദോഷം മാറിയെന്ന്. ഞാൻ പറഞ്ഞു മാറിയെന്ന് പറഞ്ഞു. വീട്ടിൽ വരാൻ പോണെന്ന്. ആണല്ലേ? സന്തോഷം. ഇനിയെങ്കിലും ആവി പിടുത്തവും ചുമയായിട്ട് ഇങ്ങനെ ഇരിക്കാതെ ജീവിതത്തിലേക്ക് നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ട് കാണണം കേട്ടോ. അത് വേണം. അതെ, ഇത് സമ്മതിക്കൂലെന്ന് തന്നെ തോന്നുന്നു. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഒരു കാര്യം ചെയ്യും, ഏതായാലും മിക്സി നന്നാക്കാൻ പോണല്ലോ, ഈ ഫോണും കൂടി ഒന്ന് റെഡിയാക്കിയേക്ക്. അതും കൂടി റെഡിയാക്കി. ഇത് മൊത്തം 2500 രൂപ. അതെങ്ങനെ 2500 രൂപ ആകണത്? പിന്നെ ഇത് ശരിയാക്കണ്ടേ? വണ്ടിക്കൂലി വേണ്ടെന്ന് ഇതെല്ലാം കൂടെ. ഇത് ശരിയാക്കാനായിട്ട് 2000 രൂപയാ? പിന്നെ കോയമ്പത്തൂർ പോണെങ്കിൽ വണ്ടിക്കൂലി ഒത്തിരി ആവും. അത് തന്നെ എന്റെ പണി.